സ്റ്റൊമക് ക്യാൻസർ ഇപ്പം അധികവും ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഭക്ഷണശീലങ്ങൾ തന്നെ മാറിയിരിക്കുകയാണ്. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇനി തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്? സ്റ്റൊമക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റൊമക് ക്യാൻസർ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോസൽ സ്റ്റൊമക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൊമക്ക് എന്ന് പറയുന്നൊരു ഒരു അവയവമുണ്ട്. പക്ഷേ പൊതുവെ സ്റ്റൊമക് ക്യാൻസർ എന്ന് ജനം വിവക്ഷിക്കുന്നത് ഉദരാശയത്തിലുണ്ടാകുന്ന ക്യാൻസറുകളാണ്. അത് ലിവറാവാം, അന്നനാളമാവാം, ആമാശയമാവാം, ചെറുകുടലാവാം, പാൻക്രിയാസ് ആവാം, അങ്ങനെ അതിനെല്ലാം സ്റ്റൊമക് ക്യാൻസർ എന്നാണ് പൊതുവെ പുറമേ ഉള്ളവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഭക്ഷണശീലങ്ങൾ തന്നെയാണ്. ഒന്ന്, അമിതമായിട്ട് ലഹരി ഉപയോഗം, ആൽക്കഹോൾ ഉൾപ്പെടെയുള്ള ലഹരി, സ്മോക്കിംഗ് ഉൾപ്പെടെയുള്ള ലഹരി, ഇതൊക്കെ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗം കൊണ്ടിട്ട് ഈ അവയവങ്ങളെല്ലാം കേടുപോകും. പ്രത്യേകിച്ചും പാൻക്രിയാസ്, അന്നനാളത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ലിവർ, ഇതെല്ലാം ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് ആൽക്കഹോളൊക്കെ. ആ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. രണ്ട്, നല്ല ഭക്ഷണത്തെ തേടുക. നമ്മൾ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊതുവേ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അരിയാഹാരത്തിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പം ഈ അരിയാഹാരം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് മിതമായ രീതിയിൽ തന്നെ കഴിക്കുക എന്നുള്ളതാണ്. കൂടുതലും നമ്മൾ മാംസ്യത്തെ അല്ലെങ്കിൽ പ്രോട്ടീനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു ട്രെൻഡ് ഇപ്പോൾ മാറി വരുന്നുണ്ട്. അത് കൂടുതലും ഈ മില്ലറ്റുകളും ഇതൊക്കെ കൂട്ടി അരിയാഹാരം കുറയ്ക്കുന്ന ഒരു പ്രവണത ആയി വരുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു പണ്ട് പുട്ടും കടലയും എന്ന് പറയുമ്പം കടലയും പുട്ടും ആക്കുക എന്നുള്ളതാണ്. അതായത് കടല മെയിൻ മീലും പുട്ട് അതിന് അനുവാദത്തിന് വേണ്ടി മാത്രം ചേർക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരിക. പുട്ടും കടലയായാലും പുട്ടും പയറുമായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഉഴുന്നതിനകത്ത് പ്രോട്ടീനാണ്. ഉഴുന്ന് കൂടുതലാക്കി റൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അന്നജമാണ് എപ്പോഴും ഒന്ന് നമ്മുടെ മേധസ്സിനെ കൂട്ടുന്നത്, അത് ഒബേസിറ്റിയെ കൂട്ടുന്നതും നമ്മൾ ലിവറിനകത്ത് അടിയുന്നതും കൂടുതൽ ക്യാൻസറിന് കാരണമാകുന്നത് കൂടുതൽ അരിയാഹാരം കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ടാണ്.